ചേട്ടത്തിക്ക് അറിയാമോ എന്തൊരു ചുമയാണ് അച്ഛൻ രാത്രിയാണ് ചുമക്കണമെന്ന് അറിയാമോ? ആ ചിന്നു പെണ്ണാണ് ഗ്ലാസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പട്ടനും ഇത് ഇട്ട് നമ്മൾ രാത്രി കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ കിടന്ന് വിളിക്കും മക്കളെ എന്ന്. അത് കണ്ടോണ്ട് നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റൂ. പിന്നെ അല്ല ഇപ്പൊ പോകലുണ്ടോ? സീട്ടില്ലേ? ഒരു ദിവസം പറഞ്ഞാൽ കേൾക്കേയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ സൈ ഇട്ട് കൂടെ പോയിരുന്ന ഒരു 3 സീട്ട് അച്ഛൻ്റെ കൂടെ വലിച്ചു. അന്ന് നടക്കേണ്ടത് തോന്നി നടത്തിയെന്ന് തോന്നുന്നു. ഇപ്പൊ വലിക്കണാണെന്നില്ല. അത് നന്നായി. അങ്ങനെയെങ്കിലും ഏറ്റല്ലോ. കുപ്പിയുടെ കേസിൽ അത് വല്ലതും നടക്കൂ. ഈ കുടിയും കൂടെ ഞാൻ അവസാനം അച്ഛനെക്കാളും വലിയ കുടിയാൻ വേണ്ടി. സത്യം പറഞ്ഞാലേ ഈ ഉണ്ണിമാമ ഇങ്ങനെ ഈ കുടിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണകണാന്ന് പറയുന്നേ ഉള്ളൂ. സ്നേഹമുള്ള മനുഷ്യനാണ്, പഞ്ചപാവാണടാ. അണ്ണാ എനിക്കറിയാം. ചേട്ടത്തിക്ക് അറിയാമോ, ഗൾഫിലാകുന്ന സമയത്ത് ഞാൻ ചിന്നുവിനെക്കാളിൽ മിസ് ചെയ്തൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാര്യം, ഞാനും അച്ഛനും കൂടെ ഉള്ള കാര്യങ്ങൾ. ഈ അടിക്കുകയും പിടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുമെങ്കിൽ ഒരു 10 മിനിറ്റ് തന്നെ, 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ തന്നിട്ട് പറയാം മക്കളെ പോട്ട് അച്ഛപ്പ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തന്നെ. എനിക്കറിയാം അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു പോണെന്നേ ഉള്ളൂ. കുറെ കാലത്തിന് ശേഷം ഇന്നാൾക്ക് ഇവിടെ വന്നപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. നിന്റെ കാര്യം തന്നെ പറയുള്ളൂ, വേറെ ഒന്നും പറയല്ല. നിന്റെ കാര്യം ആലോചിച്ചും പറഞ്ഞു ഒക്കെ ഇരുന്ന് കരച്ചിലും ബഹളവും ഒക്കെ. എത്ര പറഞ്ഞിട്ട് വിഷമം മാറണില്ല. പിന്നെ എല്ലാ അച്ഛന്മാരും ഇതുപോലെയൊക്കെ തന്നെ. എന്റെ അച്ഛന്റെ കാര്യം ഇതുപോലെ. ഇങ്ങനെ പറഞ്ഞാണല്ലോ, പിള്ളേരെ അടിക്കൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞാൽ ഞാൻ വന്നിരുന്ന കാര്യം ഭയങ്കര വിഷമം വരും. എടാ രാമ, നിനക്കറിയാലോ എൻ്റെ അച്ഛൻ കൊച്ചിലെ മരിച്ചു പോയതാണ്. എനിക്ക് അച്ഛൻ്റെ സ്നേഹമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു അച്ഛന് മക്കളോടുള്ള സ്നേഹമുണ്ടല്ലോ, അതിപ്പോൾ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് തന്നെ 2 മക്കളുണ്ടായതിനു ശേഷമാണ് അത് മനസ്സിലായത്. നീയും അറിയും, നിനക്കും കുട്ടിയാവട്ടെ. അതാണ് അച്ഛന്മാരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ തട്ടലുമുട്ടലൊക്കെ ഉണ്ടാവണ്ടേ? എന്തോന്ന് മക്കളെ, എന്ത് കാര്യം? എല്ലാം ഫുൾ സെറ്റ് ആണ്. ഹാപ്പി ആയിട്ടില്ലല്ലോ. ഒരു പരിപാടിക്കും പോകില്ല. ഉണ്ണിയപ്പു പ്രതിജ്ഞ എടുത്തിരിക്കും. ഇനി മദ്യപിക്കില്ല, ആരോഗ്യം ശ്രദ്ധിക്കും, വഴക്കിടില്ല. നമുക്കറിയാം എന്തിനാണ് കിടന്ന് പുറു കുറക്കണത്? ഇതാണ് ഇവന്റെ സ്വഭാവം. എന്തിനു ഞാൻ കൊടുത്തു? ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ഛനടുത്ത്. ഞാൻ ഒന്നും എടുക്കാൻ പോയിരിക്കും. ഞാൻ ഇവിടെ ശരിയാവില്ല. ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ട് വരാം. ചായ കുടിച്ചു കണ്ട ഇതാണ് അവൻ ചോദിക്കും ചായ കുടിക്കാനാണ്. ഇത് അവന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നാലും ഇവ അതിനെടുത്ത് കൂട്ടും. ഇത് ഇവനാണ് എന്നെ കുടിപ്പിക്കുന്നത്. അവ അങ്ങനെ ചോദിച്ചൊന്നുമില്ല, മാമാങ്ങ് പോയിട്ടെടുത്തതേ ഉള്ളൂ. മാമ ചായ വേണമെങ്കിൽ ഇവിടെ ഇടാം. വേണ്ട ചായ വേണോ? പോയി ചായ കുടിച്ചിട്ട് വരാം. മാമ കയ്യിൽ പൈസ ഉണ്ടാ? ഞാൻ കിടാൻ പറഞ്ഞോളാം. അത് പൈസ ഉണ്ട് ഉണ്ടാ? ഞാൻ പോയിട്ട് വരാം. പൈസ വേണോ? വേണ്ടെന്ന്, ഞാൻ പൈസ ഉണ്ട്. നടക്കാൻ പോലും വയ്യ. ഞാൻ കൊണ്ടുവിടാം. ഞാൻ വണ്ടി എടുത്തോളാം. വേണ്ട നിന്റെ കുതിര എനിക്ക് കയറാൻ പറ്റില്ല. പൊക്കോളത് വാങ്ങിച്ചു കയറാൻ. ആര് കയറാൻ? നീ എടുത്തോണ്ട് പോ. കൊണ്ടുവിടാന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു വരട്ടാ. കൂടാ നടന്നു വരാല്ല. നടന്നു വാ. ഓളിന്നെ കയ്യാണ് എന്നെ പിടി, കാല് വയ്യ. അച്ഛാ, എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും ഉണ്ണിയപ്പൂ രാമങ്ങളും തമ്മിലുള്ള കെമിസ്ട്രി ഉണ്ടല്ലോ, ഒന്നൊന്നര കെമിസ്ട്രിയാണ്. അച്ഛനും മോനുമായ ഇങ്ങനെ സത്യം. ചിരിക്കായിരിക്കുന്നു. എന്താ ഞാൻ ഇപ്പൊ ഒരു കാര്യം ആലോചിച്ചു പോയി. എന്താ വീട്ടാ? എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ? അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. അമ്മ ഇത് കുറച്ച് ഓവറല്ലേ അമ്മ? അധികം ഓവറാ. ശിവേട്ടാ, അച്ഛന്റെ വിഷമല്ലേ? അച്ഛന്റെ സ്നേഹം എനിക്ക് കിട്ടുമായിരുന്നു. അച്ഛനെ വരെ ഞാൻ ഇപ്പൊ സ്നേഹം തന്നാ പോരെ? തരുന്നില്ലേ? പോരെ? ഞങ്ങളും തരാം. ഞാനും തരാം. എന്തു വെച്ചാ അച്ഛൻ എടുക്കുന്ന വെച്ചാ വാ, വാ, വന്നേ. ഉമ്മ പറഞ്ഞ വെച്ചാ